നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. യു ആർ വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അത് വളരെ പ്രത്യേകമായ രീതിയിൽ കുക്കറിലും അതേപോലെ തന്നെ നമ്മുടെ കേരള റൈസ്, അതായത് കൈമ അരി എന്ന് പറയുന്ന അരിയെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഒരു മീഡിയം സൈസ് ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് ഒരു ഫുൾ സ്പൂൺ ചൊറുക്കയും കൂടെ വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റേക്ക് മാറ്റി വയ്ക്കുക. ഏകദേശം നമ്മുടെ മസാല കുക്ക് ആവുന്ന ടൈം മാത്രം. ഇതിലേക്ക് 450 ഗ്രാം ഓയിൽ എടുത്തിട്ടുണ്ട്, ഏകദേശം കഷ്ടി 1/2 കിലോന്നോളം. ഇതിലേക്ക് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 25 ഗ്രാമോളം ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. ബേസിക് ആയിട്ടുള്ള പരിപാടിയാണ്, പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത് കഴിഞ്ഞാൽ സബോളയും കൂടി വറുത്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഏകദേശം 400 ഗ്രാം സബോള എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനിലേക്ക്, 1 കിലോ റൈസിലേക്ക് നമുക്ക് 400 ഗ്രാം സബോള കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ 400 ഗ്രാം സബോളയിൽ നമ്മൾ ഒരു 300-350 ഗ്രാം സബോള മസാലയിലേക്കും ഒരു 50 ഗ്രാം സവാള മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ഗാർണിഷ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ടും വെക്കും. ഇത് ഈ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ബിരിയാണി അടിക്കാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു 300 ഗ്രാം എണ്ണ ഇതിലേക്ക് എടുക്കാം, മസാലയ്ക്കെല്ലാം കൂട്ട്. ബാക്കി ഒരു 50 ഗ്രാം നെയ്യും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 350 ഗ്രാം നെയ്യ് മതിയാവും. ബാക്കി ചിക്കനിലുള്ള ഫാറ്റ് കൂടി ആവുമ്പോൾ ആവശ്യത്തിലുള്ള ഓയിൽ അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പട്ട രണ്ടാക്കിയത്, പട്ടയുടെ 2 പീസ് രണ്ടാക്കിയിടുക. അതിൽ 4 ഏലക്കായ, 4 ഗ്രാമ്പു, 10 ഗ്രാം ഷാജീരകം, ഒരു ജാതിപത്തിരി രണ്ടാക്കി മുറിച്ചിടുക. ഇതിലേക്ക് 250 ഗ്രാം തക്കാളി നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ എന്ന് പറയണമെങ്കിൽ ഉടയണ്ട, ഒന്ന് ജസ്റ്റ് മുരിഞ്ഞ് ഒന്ന് തൊലിയൊന്ന് ചുരുങ്ങേണ്ട കണ്ടീഷൻ മാത്രം കണക്കാക്കുക. അങ്ങനെ ചുരുങ്ങി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 60 ഗ്രാം വെളുത്തുള്ളിയും ഒരു 20 ഗ്രാം ഇഞ്ചിയും ആഡ് ചെയ്യാം. വെളുത്തുള്ളി എപ്പോഴും ഡോമിനേറ്റ് ചെയ്തിരിക്കണം, അപ്പോഴാണ് അതിന്റെ മണം നല്ല പോലെ വരിക. ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല ഒരു ഫ്ലേവറും ഉണ്ടാവും. ഓക്കെ, ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ മൂത്ത് ഏകദേശം നല്ല കളറായി വരട്ടെ. ഈ കണ്ടീഷൻ ആവുമ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് രണ്ടാക്കി ഇടുക. അപ്പോൾ ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ 1 കിലോ അരി എടുത്തിട്ടുള്ള. അപ്പോൾ 1 കിലോ അരി എന്ന് പറയുമ്പോൾ നമുക്ക് 1,800 വെള്ളം എടുക്കണം. ഓക്കെ, 1,800 വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ അടുത്തുള്ള കപ്പിൽ 3 കപ്പോളം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ 1, 2 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഞാൻ ബിരിയാണിക്ക് ഇപ്പൊ ഇതിലെടുത്തിട്ടുള്ള നമ്മുടെ കൈമ അരിയാണ്. ഒരു 15 മിനിറ്റോളം, അതായത് ഇത് എടുക്കണായിട്ട് മുമ്പ്, അതായത് ഈ മസാലകളും കാര്യങ്ങളും ഉച്ചയ്ക്കകം കൂട്ടിക്കാനായിട്ട് മുമ്പ് ഞാൻ അരി വെള്ളത്തിലിട്ട് 2 ട്രിപ്പ് നല്ലപോലെ കഴുകി അതിന്റെ പശപ്പുള്ള, അതായത് പാൽ പോലത്തെ കളർ മാറി അരി തൂക്കുള്ള കളറാണ്, ആ കണ്ടീഷൻ വരെ കഴുകി ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇപ്പൊ ഇതിലേക്ക് ഞാൻ സബോള വറുത്തതും ആഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസിൽ, അതായത് ഒരു 300 ഗ്രാമോളം സബോള വറുത്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലാക്ക് പെപ്പറും ഗരം മസാലയും ഇപ്പോൾ ആഡ് ചെയ്യണം. കാരണം ബ്ലാക്ക് പെപ്പറും ഗരം മസാലയും നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കാം. ബ്ലാക്ക് പെപ്പറും ഗരം മസാലയും ആഡ് ചെയ്തിട്ടില്ല. ഈ തക്കാളിയുടെ കളറും നമ്മുടെ മുളക് പൊടിയുടെ കളറും, ഞാൻ അതിൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ആ മുളകിന്റെ കളറും കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പറും ഗരം മസാലയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കാരണം ഞാൻ ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ മസാലയും വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിൽ പുതിനയും മല്ലിയിലയും മിക്സ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തള വരലോട് കൂടിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ നേരത്തെ കുതിർത്തി വെച്ച അരി ഏകദേശം 15-20 മിനിറ്റോളം ആയിട്ടിപ്പോൾ ആ അരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ, അതായത് പറഞ്ഞ പോലെ അരി വാര വെച്ചിട്ടുള്ളത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ,
നമ്മളിതിൽ സെപ്പറേറ്റ് അരി വേവിച്ചിട്ട് ആഡ് ചെയ്യല്ല ചെയ്യണേ, നന്നായി ശ്രദ്ധിച്ചോളൂ. അതേ തമിഴ്നാട് ബിരിയാണി 2 ടൈപ്പ് പഠിക്കും. ഒന്ന് ഊറ്റി വെച്ചിട്ട് മുകളിൽ ചിക്കൻ മുക്കാഭാഗം വേവായതിനു ശേഷം ദമ്മിട്ട് ഇരുത്തുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇത് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ ആൾക്കാർ ചെയ്തിരുന്ന മെത്തേഡാണ്. ചിക്കൻ്റെ ഒപ്പം തന്നെ റൈസും കുക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ റൈസ് ഇട്ടു, അതിന് മുകളിൽ മല്ലിയിലയും പുതിനയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കിലോ റൈസിലേക്ക് ഞാൻ ഏകദേശം 15 ഗ്രാം മല്ലിയിലയും 15 ഗ്രാം പുതിനയുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിൻ്റെ വിസിലും നമ്മൾ വാഷ് ഊരാനാണ് പോകുന്നത്. ഇതില്ലാണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ചെറിയൊരു ട്രിക്കാണ്. പറയുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവർ കണ്ടോളൂ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചു. ഈ പ്രോസസ്സ് ഒന്ന് വേഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറ്റിക്കാണ്ട് തന്നെ ഈ കുക്കറിലേക്ക് ഇതിൻ്റെ അടപ്പിട്ട് ഒരു 3 മിനിറ്റ് കേട്ടോ, മീഡിയം ഫയറിൽ 3 മിനിറ്റ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ചീറ്റി വരുന്നുണ്ടാ, കുഴപ്പമില്ല. ഒന്ന് സീറ്റിംഗ് ആകുമ്പോൾ മുകളിൽ കൂടെ പ്രഷറായിട്ട് റിലീസ് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ വാഷ് ഇടാത്ത കാരണം ഒരു ചെറിയ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ. നമ്മൾ റൈസ് ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും റൈസ് ഒന്ന് സോഫ്റ്റ് ആയിട്ട്, എന്നാൽ അരിയൊന്നും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ടൈമിങ് പെർഫെക്റ്റ് ആയിരിക്കണം. മീഡിയം ഫയറിൽ 3 മിനിറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്തിട്ട് രണ്ടാമതും നമ്മൾ അടച്ചു വെക്കണം. ഈ അടച്ചു വെക്കുന്നത് എനിക്ക് ഏകദേശം 7 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മിനിറ്റ് എല്ലാ അടുപ്പും മാറ്റം ഉണ്ടാവും. ഞാനിത് ഹൈ ഫയർ ബർണറാണ് ഉപയോഗിക്കണേ. എനിക്ക് ഹൈ ഫയറിൽ വെച്ചിട്ട് ഒരു മീഡിയമിൽ വെച്ചിട്ട് ബിലോ മീഡിയമിൽ വെച്ചിട്ട് 7 മിനിറ്റ് ആയി. അപ്പോൾ വീട്ടിൽ സാധാരണ നോർമൽ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് 10 മിനിറ്റ് വരെ ആകാം. ഇനി സമയം ഡിപ്പെൻഡ് ചെയ്യണ്ട. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സാധാരണ വീട്ടിലത്തെ അടുപ്പിൽ മുകളിൽ ഈ കുക്കർ വിസിൽ വെക്കുന്ന വാൾവിൽ കൂടെ അതായത് വെള്ളമായിട്ടോ ആവിയായിട്ട് ചീറ്റും. അതായത് ആവി വന്നാലും ലേശം വെള്ളം വന്നാലും ഓക്കെ. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. പ്രഷർ ഇതണ്ട, ഇതേപോലെ പ്രഷർ പുറത്തേക്ക് റിലീസ് ആവും. ആ റിലീസ് ആവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കൂടി അവിടെ തന്നെ വെക്കുക. അപ്പോൾ ആ ഒന്ന് തണുത്ത് ഇതായി വരും. ആ ടൈമിംഗ് കൊണ്ട് നമ്മുടെ റൈസൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. ഓക്കെ, ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, ഫാസ്റ്റായിട്ട് പോകുന്ന കാരണം എഡിറ്റിങ്ങിലൂടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രഷർ വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയോളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ റൈസ് കണ്ട മുകളിൽ ചെറിയ ഒരു സോഫ്റ്റ് ആയിട്ട് വെള്ളമുള്ള പോലെ തോന്നും. ആണെങ്കിൽ അടിയിലേക്കുള്ള റൈസ് ഫുൾ ഡ്രൈ ആയി ഉണ്ടാവും. നല്ല മണം വരുന്ന റൈസിൽ നിന്ന്. വാ, അടിപൊളി തന്നെ. എന്തായാലും നമുക്ക് ചിക്കനും റൈസ് എങ്ങനെയുണ്ടെന്ന് കാണാം. ഞാനൊന്ന് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ചെരിയാൻ നോക്കാം. കറക്റ്റ് ഫുള്ളായിട്ട് വരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ കയ്യിലുകൊണ്ട് തന്നെ എടുത്തിടാം. ഓക്കെ, പ്ലേറ്റിൽ വരുന്നവരൊക്കെ വരട്ടെ. ഓക്കെ, റൈസ് ഒന്നിനൂടെ ഒന്നും ഒട്ടാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ റൈസ് കിട്ടുന്നുണ്ട്. വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അധികം ബുദ്ധിമുട്ടണ്ട. നമ്മൾ കയ്യിലോട്ട് തന്നെ എടുത്തിടാം. ഓക്കെ, കയ്യിലോട്ട് തന്നെ എടുത്തെല്ലാം ഇട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ട്. കറക്റ്റ് ആ ചിക്കനും റൈസും ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി കൂടും. ഓക്കെ, നമ്മുടെ ചിക്കനൊക്കെ കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ട്. ഇതിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ചിക്കൻ ഇട്ട് ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അരി ഇട്ടിട്ടാണ്. അപ്പോൾ ചിക്കൻ വെയിറ്റ് ചെയ്തിട്ടില്ല. കാരണം പ്രഷറൈസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാണ്ടിരുന്നത്. ചിക്കൻ കുറച്ചുകൂടി വലിയ പീസാണെങ്കിലും ഈ മെത്തേഡ് തന്നെ ഉപയോഗിച്ചുള്ള ഒരു കുഴപ്പമില്ല, ചിക്കൻ വേവും. ഓക്കെ, നമ്മുടെ സാലാഡ് റെഡി. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ആമ്പൂര് ബിരിയാണി, തലപ്പാക്കട്ട് ബിരിയാണി, കൈത് ബിരിയാണി, അതിൽ കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബിരിയാണി വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ വീഡിയോകളിൽ ഇനിയുള്ള ദിവസങ്ങൾ കാണാം. നന്ദി, നമസ്കാരം.